Orange Media. ഉറപ്പുവരുത്തണം, നല്ലോണം ഉറങ്ങിയണോ നോക്ക്. ചിലപ്പോ കള്ളുറക്കാവും. നിങ്ങളെല്ലാരും മാറിക്കളി. എന്നെ ആരും പിടിച്ചണ്ട, ഞാൻ ചാടാൻ പോവാണ്. എനിക്ക് തോന്നുന്നൊരു പ്രശ്നമില്ലാന്ന്. അല്ല, ഇത്ര പെട്ടെന്ന് സുബൈ ബാങ്ക് വിളിച്ചാ? നമ്മളിപ്പോ ഉറങ്ങിയല്ലേ ഉള്ളൂ. ഇത്ര നേരത്തെ നേരം വിളുത്ത തോന്നിയതായിരിക്കും. വേദന കാരണം വേഗം നടക്കാനും വയ്യ. ഇന്ന സെക്കൻഡ് ഷോന്റെ കാര്യം ഓർക്കുമ്പോ പായാനും തോന്നുന്നുണ്ട്. ഉളുക്കിയത് കാലാണെങ്കിലും തലമണ്ടിയിലെ വേദന. വേണ്ടാത്ത പണിക്ക് നിന്നിട്ടല്ലേ പ്രായേ അതിന്റെ മോളിന്ന് ചാടുമ്പോ വേണ്ട വേണ്ടാന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചാ. വിചാരിക്കാന്നല്ലാണ്ട് ആരെങ്കിലും ഉറപ്പിച്ച് പറഞ്ഞോ? ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയിമന്ന് ചാടുമായിരുന്നോ? അതുകൊണ്ട് വല്ലാതെ വർത്തമാനം പറയണ നടക്കി സിനിമ ഉണങ്ങാൻ നേരായി. അല്ല, ദേവശിക്ക് എന്തൊരു അമാന്തം? അല്ല, ഈ ചെയ്യുന്നതൊക്കെ തെറ്റല്ലേ എന്ന് തോന്നുക. നിങ്ങളൊക്കെ ഇതിനു മുമ്പ് ചാടി സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടല്ലേ ഈ തെറ്റ് ചെയ്യണേ. ഇത്ര കാലം മുഴുവനുള്ള ശരിയൊക്കെ ചെയ്തിട്ട് ഇപ്പൊ സൂപർഗത്തിലല്ലേ കഴിയണത്. കൂട്ടും കുടുംബം ഉപേക്ഷിച്ച് ഇവിടെ കഴിയണ ഞമ്മക്കും വേണ്ടേ ഇടക്കിടക്കൊക്കെ സന്തോഷം. അതിനല്ലേ സ്നേഹതീരത്തിൽ ടി വി വെച്ചിരിക്കണത്. മറ്റൊരും കാണുന്നത് അത് തന്നെയല്ലേ. ആ ടി വിയിലൊക്കെ പഴയ പടം. നമ്മള് പഴയ ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് പഴയ സിനിമ എന്നാണ്ടോളൊന്നും നിയമൊന്നുമില്ല. അല്ലാ, നോക്കണം പ്രായേ ഇന്റെ വൃത്തി മോനെ. അല്ലാ മമ്മൂട്ടിയെ അന്റെ മറ്റല്ലേ ഇവിടെ മോഹൻലാല് വന്നില്ലേ? ഓല്ലേ വേണ്ട, വരണില്ലേ? വരണ്ട പോയാ നിക്ക് പുതിയ പടം എന്താ? എനിക്ക് പുളിക്കോ? ചെലപ്പോ പൊളിച്ചു എന്നൊക്കെ വരും. മനസ്സനവിടെ വെച്ചുണ്ടാക്കണത് അല്ലാണ്ട് മിസ്സനല്ല. പിന്നെ സാമ്പാറിൽ പുളിണ്ടായത് പറ്റാത്തോര് തിന്നണ്ട. ഇഞ്ഞി പുളിന്ന് പറഞ്ഞ ഇന്റെ തൊള്ളേന്ന് പൂളിച്ച തെറിയേക്കും തള്ളേ. അതിന് നിങ്ങളെ എന്നോട് ചാടിക്കടിക്കാൻ പിന്നെ എന്തിനാണ് മാപ്പിളെ? രാത്രിയിൽ ചോറിന്റെ അന്തേവാസികൾ പറഞ്ഞു സാമ്പാർ പുളിച്ചിട്ടുണ്ടല്ലോ ഇട്ടിച്ചിരി തള്ളേന്ന്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനൊരു മാതിരി കടിച്ചു തിന്നാൻ വരും നിങ്ങള്. അതിന് ഇഞ്ഞോട് നിങ്ങളോടും അല്ല ഇത് പറയണ്ടത്. വയസ്സാം കാലത്ത് തന്തനും തള്ളനും കുടുംബത്തിന്ന് പുറത്തു വിട്ട ഓരോ മക്കളുണ്ടല്ലോ, ഓരോട് പോയി പറയാൻ. എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളത്തിന് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഈ പച്ചക്കറിയൊക്കെ എന്തിനാ സഞ്ചിയിലിടുന്നേ? ഈ പെണ്ണ് പോയില്ലേ? തിന്ന് കഴിഞ്ഞാലും അടുക്കളയിൽ ഇങ്ങനെ മണം പിടിച്ചിക്കണോ? ചെല്ലുവണേ, അന്റെ വല്ലിപ്പും വല്യമ്മ അന്വേഷിക്കണ്ടാവും. വല്ലിപ്പാക്കും വല്യമാക്കും അറിയാ ഞാൻ ഇട്ടിച്ചിരിയമ്മേനെ സഹായിക്കാൻ നിക്കാന്ന്. അതിരുമാമ ഞാൻ ചോദിച്ചതിന് സമാധാനം പറയും. ഈ പച്ചക്കറിയൊക്കെ എന്തിനാ സഞ്ചിയിലിടുന്നത്? പിന്നെ ഈ ചീഞ്ഞൊക്കെ പിന്നെ ഈ ചൂണ്ടേ കളയോ? ഒരേലേക്ക് പോണ വഴിക്കാ തോട്ടിലിടാമെന്ന് വിചാരിച്ചിട്ടാ. അല്ലാണ്ട് ഇതൊക്കെ എനിക്ക് എന്തിനാ? ചെറുതാണെങ്കിലും കിടക്കട്ടെ. 4 ചീഞ്ഞ തേങ്ങ ഉണ്ടായിരുന്നല്ലോ റബ്ബേ, അതെവിടെയാ? ഇതൊക്കെ നോണ പറയണതാ മോളെ. ഇതൊക്കെ മൂപ്പര് വീട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയുള്ള പണിയാ. ആമിനുട്ടിയെ, ഞാൻ ഗുളിക കഴിച്ച് ഉറങ്ങാന്ന് ഓള് പറഞ്ഞതാ. അങ്ങനെ നമുക്ക് ഓളെ പറ്റിക്കാം. അതും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗുളിക കഴിക്കാതിരിക്കാനല്ലേ? എന്നിട്ട് വേണം നാളെ പസറ കൂടാൻ. ഓളെ പറ്റിക്കാനല്ലടി.
അങ്ങനെ വെച്ചാ നിങ്ങള് പറഞ്ഞോളി, ഞാൻ ഗുളിക കഴിച്ച് ഉറങ്ങിന്ന്. അത് അണക്ക് കുളി കഴിക്കാതിരിക്കാനുള്ള സൂത്രല്ലേ? എന്നിട്ട് വേണം പ്രഷറും ഷുഗറും കൂടാൻ. മോളെ, പ്രഷറും ഷുഗറും കൊണ്ട് കൂടട്ടെ, എന്നാ ഇപ്പൊ എന്താ ഉണ്ടാവുക? മയ്യത്താവും, അത്രല്ലേ ഉള്ളൂ. ഇക്ക് കുഴപ്പമില്ല. അമ്പടി ദുരാഗ്രഹക്കാരി, ഈ അങ്ങനെ ഒറ്റയ്ക്ക് മയ്യത്തായിട്ട് സൂക്ഷിക്കണ്ട കേട്ടാ. നിങ്ങളും അങ്ങനെ ചോദിക്കണ്ട. അല്ല പിന്നെ എന്താ എന്താ അവിടെ ഒരു കശപിശ? മോളെ, എൻ്റെ വല്യമ്മക്ക് വലിയ മടിയ മോളെ ഗുളിക കഴിക്കാൻ. ഞാനിത് പറയായിരുന്നു, ഈ വല്യുപ്പാനെ കണ്ട് പഠിക്കാൻ പറ. ഞാൻ കണ്ട ഇന്നത്തെയും നാളത്തെയും മരുന്ന് ഒന്നിച്ച് കഴിച്ചിട്ട് വെള്ളവും കുടിച്ചു. എന്റെ മാളത് വിശ്വസിച്ച നോണയാ മാളെ, പച്ച നോണ. വെള്ളവും കുടിച്ചില്ല, ഗുളികയും കഴിച്ചില്ല, ഏശാ നിസ്കരിച്ചുമില്ല. വല്യമ്മ പിന്നെ നോണ പറയൂല. ഞാൻ ഇന്നത്തെ ഗുളിക കഴിച്ചോളൂ, നാളത്തെ ഗുളിക നാളെ കഴിക്കും. കണ്ട പച്ച നോണ എന്താന്ന് കണ്ട? എന്റെ മുഖത്തോക്കി പറയടി, ഈ ഗുളിക കഴിച്ചാന്ന്. നിങ്ങള് ഗുളിക കഴിച്ചാന്ന് എന്താ നിങ്ങള് നിന്ന് മാഞ്ഞാണം തിരിയണ്? പറയ്. അതിനെന്തിനാ തല്ലൂടുന്നത്? രണ്ടുപേരും ഗുളിക കഴിച്ച് എനിക്ക് വിശ്വാസാ. പക്ഷേ ശരണാലയത്തിലെ ഡോക്ടർ ഒരാഴ്ചക്ക് തന്ന ഗുളിക ഇനിയും കുറെ ബാക്കിയുണ്ട്. അത് നാശാക്കി കളയണ്ട, ഇത് ഞാൻ തന്നെ കഴിച്ചോളാം. മോളെ കഴിക്കരുത്, സൂക്രില്ലാത്തൊരു കഴിച്ചാ അത് വിഷം അറിയോ? എന്റെ ആൾ അതങ്ങോട്ട് തന്നാണി. വല്യമൊന്നും ഉണ്ടായിരുന്നേ, ഇത് വിഷാന്ന് ആരാ പറഞ്ഞേ? വിഷാണെങ്കിൽ ഇത് ഡോക്ടർ തരുമോ? വെറുതെ തരുന്നാച്ചിട്ട് വെറുതെ കളയണ്ട, ഇത് ഞാൻ കഴിച്ചോളാം. അയ്യോ എന്റെ പൊന്നു മോളെ, അത് കഴിക്കല്ലേ. ഇങ്ങടാ, വല്യുപ്പ കഴിച്ചോളാം. വല്യമ്മയും കഴിച്ചോളാം. ഏയ്, ഇങ്ങള് രണ്ടാളും ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും കഴിച്ചാലേ ഇനി വേണ്ട. അയ്യോ എന്റെ മോളെ, അത് വല്യുപ്പ നോണ പറഞ്ഞല്ലേ മോളെ, ഇങ്ങോട്ട് വേണ്ട. ഞാനും നോണ പറഞ്ഞതാ, സത്യം. ഇന്നഞ്ഞ് രണ്ടാളും ഗുളിക കഴിക്കാൻ മടി കാണിക്കോ? അള്ളാണേ, ഞാൻ മടി കാണിക്കൂല. മുത്തുനബിയാണേ, ഞാനും കാണിക്കൂല. ഇന്ന് രണ്ടാളും വേഗം കഴിക്ക്. മതിയാ? ഞാനും കുടിച്ച് മതിയാ? മതി. ഞാൻ ഗുളിക കഴിക്കുന്നു പറഞ്ഞപ്പോ രണ്ടാളും പേടിച്ചൂലേ? പിന്നെ പേടിക്കാണ്ട്. എന്തിനാ പേടിച്ചത്? എന്തിനാണോ, ഞങ്ങളുടെ പുന്നാര മുത്തിന് എന്തെങ്കിലും പറ്റിയാലോന്ന് പേടിച്ചിട്ട്. നാ പേടിക്കുണ്ടെന്ന് കൂട്ടിക്കോളി. മരുന്ന് കഴിക്കാഞ്ഞാ എന്റെ പുന്നാര വല്യപ്പാക്കും വല്യമ്മാക്കും എന്തേലും പറ്റിയാലോ എന്നുള്ള പേടി അതിക്കുണ്ട്. മജ്ജത്താക്കാൻ പേടിയില്ലാന്ന് പറഞ്ഞാലും മരിക്കാൻ ഞങ്ങൾക്ക് മടിയാ മാളെ. ഞങ്ങളുടെ മാളിനെ ഒറ്റയ്ക്കാക്കി പോവാള. വല്യപ്പാ, ഇപ്പൊ ഗുളിക മാത്രമേ കഴിച്ചുള്ളൂ. ഡോക്ടർ തന്ന പുതിയൊരു ടോണിക്കും കൂടി ഉണ്ട്, അത് കഴിക്കണ്ടേ? അതൊക്കെ പാടാൻ വലിയ ബാഗ് കൊടുത്തടാ, ഓള് കഴിച്ചോളും. ഇക്കൊന്നും വേണ്ട, എന്റെ വല്യപ്പാക്ക് കൊടുത്താളാ. ഞാനൊരു തമാശ പറഞ്ഞതാ എന്റെ മക്കളെ. എന്തെങ്ങളൊക്കെ ഇവിടെ? എന്താ ടീച്ചറെ ഇവരൊക്കെ നോക്കണത്? അല്ല, ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോണത്? പറയുമ്പോ ഇതൊക്കെ എന്താ ഇവിടെ? ഇതൊക്കെ അതിർമാമൻ കളയാൻ കൊണ്ടുവന്ന ചീഞ്ഞ പച്ചക്കറികളല്ലേ? ഏജ് പോയി ഉറങ്ങിയില്ലല്ലേ? അതിർമാന്റെ മോഷണം പിടിക്കപ്പെടുന്നത് ഇത് എത്രാമത്തെ തവണയാന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്നൊക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ ഒരുപാടായി എന്നറിയാം. ഉറ്റവരും ഉടയവരും ഇല്ലാത്ത ഈ പാവങ്ങൾക്ക് വെച്ചു കഴിക്കാനുള്ള സാധനങ്ങളാ. ആരുടെയൊക്കെ കരുണയാണ് ഇതിന്റെ മുടക്ക് മുതല്. അത് മോഷ്ടിക്കുന്നത് മോശമല്ലേ അതിർമാൻക? പിന്നെ പക്ഷെ എന്താണാവോ, ഇടക്കിടക്ക് ഞാനങ്ങ് മറക്കും. ഈ പണ്ടാറടങ്ങിയൊരു മറവിയേ. വെച്ച് കഴിക്കാൻ തന്നെ അതിർമാൻക്ക് ഇത് കൊണ്ടോണത് എന്നറിയാം. പക്ഷെ
അതിനെന്തിനാ മോഷ്ടിക്കണത്? ആവശ്യമുള്ളത് മാത്രം ചോദിച്ചു വാങ്ങിക്കൂടെ? എന്നാ പിന്നെ ഞാനൊരു ചാക്കാരി ഉണ്ടായിക്കോട്ടെ. ഈ പനോടൊന്ന് നല്ല പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. ഈ കൊള്ളന്റെ കയ്യും കാലും തല്ലൊടിക്കാ വേണ്ടത്. ഈ ഒന്ന് മുണ്ടാണ്ടിരിക്കില്ലേ പാത്തുട്ടിയെ. കള്ളനാണെങ്കിലും ഓനൊരു മനുഷ്യനല്ലേ. മനുഷ്യന്മാര് ചെയ്യണ പണിയാണ് ഈ കള്ളം ചെയ്യണത്. കൊറേ നേരങ്ങള് കള്ളൻ കള്ളന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു ഉരുളക്കിഴങ്ങ് പോലും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇങ്ങോട്ട് സംഭവിച്ചിട്ടുണ്ടോ? അതിനുമ്പ് നിങ്ങളിന്നെ പിടിക്കൂലേ? ആദ്യം നിങ്ങളിന്നെ മനസമാധാനായിട്ടൊന്ന് കക്ക സംഭവിക്കാം, എന്നിട്ട് പിടിക്ക് കള്ളാന്ന്. അദ്രമാനിക്ക, ഇതെല്ലാം എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി വെക്ക്. ഇനി ഒരു വട്ടം കൂടി ഇത് ആവർത്തിച്ച ഉറപ്പായിട്ട് സൂപ്രണ്ട് മേഡത്തെ ഞാനിത് അറിയിക്കും. അല്ലോ അത് വേണ്ട, ഇതപ്പ കൊണ്ടുപോയി വെച്ചു ചോദിച്ചാ മതി. വെറുതെ ഇക്കാര്യമൊക്കെ അറിയിച്ച് പാവം സൂപ്രണ്ട് മാഡത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. വയസ്സായ സ്ത്രീയല്ലേ. അധികം വിസ്തരിക്കണ്ട. കൊണ്ടുപോയി വെക്ക്. ആ, നിങ്ങൾ ഓരോരുത്തരുടെ മുറിയിലേക്ക് ചെല്ല്. ചെല്ല്. എന്ത് കാഴ്ച കാണാൻ അവിടെ നിക്കണേ. നിങ്ങൾ പോയില്ലേ? ടീച്ചറെ, ഇന്ന് ഞമ്മളെ മോഹൻലാൽ മോൻ പടത്തിന് വന്നില്ല. അതെന്റെ സങ്കടം. ഓലൊക്കെ ഭയങ്കര തിരക്കുള്ള ആളല്ല അവറാങ്ക. ഇല്ല ദേവസ്യ, എന്താ എന്താ പറഞ്ഞു? താൻ ഏത് ലോകത്താ? എൻ്റെ മനസ്സിൽ കഥയും സിനിമയൊന്നല്ല. നമ്മൾ പുറത്ത് ചാടിയ വിവരം ആ മാറ്ററും ഞാനും അറിയോന്നാണ് എൻ്റെ പേര്. ആര്? നൂർജ ടീച്ചറോ? ഓല് ക്വാർട്ടേഴ്സിൽ ഉറങ്ങാൻ കിടന്ന ദിവസമല്ല ഞമ്മള് പോകുന്നത്. പിന്നെ എങ്ങനെ അറിയാനാ? ഞങ്ങളിത് ആദ്യമായിട്ടൊന്നുമല്ല എന്റെ കോയ. ഇജ്ജ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നാ. അല്ല, ഇനിയും മതിൽ ചാടണോ? അതൊക്കെ കാണിച്ചായിട്ടാണ് ഇങ്ങോട്ട് പോന്നാ. മുത്താക്ക, ഇതൊന്ന് തുറന്നാണി. ഈ വാതിലൊന്ന് തുറക്കി. കയ്യും കാലും കൊടുക്കണ്ട, വേഗം പോന്നാണി. ഇങ്ങോട്ട് പാടാൻ ആരാടാ ഇപ്പൊ ഗേറ്റും തുറന്നു? ആരോ രണ്ടുപേര് ഗേറ്റും തുറന്ന് പുറത്തു പോയോ എന്നൊരു സംശയം. അത് നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിക്കാരൊന്നു. എനിക്കങ്ങനെ തോന്നാൻ വഴിയില്ലല്ലോ. അല്ല, നിങ്ങൾ ഈ സമയത്ത് എങ്ങോട്ട് പോണ്? ഞങ്ങള് മുത്തവാക്ക സമ്മതിക്കുകയാണെങ്കിൽ പുറത്തു പോയിട്ടൊന്ന് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചത്. കുച്ചിനഹി, ഈ ജമാൽ മുസ്തഫ ഒരിക്കലും സമ്മതിക്കില്ല. ആ സമയത്ത് പുറത്തു പോകാൻ സമ്മതിക്കില്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഡ്യൂട്ടിയിൽ ഞാൻ വാട്ടർ ചേർക്കില്ല. നിങ്ങൾക്കറിയോ, 2 ലോക മഹായുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചവനാണ് ഈ ജമാൽ മുസ്തഫ. യുദ്ധത്തിൽ പോലും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. കേൾക്കണോ എന്റെ യുദ്ധകഥകൾ? യുദ്ധത്തിന്റെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴേ പേടിച്ചോടുന്നു പേടിത്തൊണ്ടന്മാർ. ഈ ജവാൻ മുസ്തഫ ഈ സ്നേഹതീരത്തിന്റെ വാച്ച്മാനായിരിക്കുന്നിടത്തോളം കാലം ഒരുത്തം പോലും ആ സമയത്ത് പുറത്തു പോകില്ല, ഒരുത്തം പോലും ആ സമയത്ത് അകത്തും വരില്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി.